الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. നമ്മൾ സുലാസി മുജറദ് കഴിഞ്ഞു, സുലാസി മസീദ് ഫിഹിയിലേക്ക് കടന്നു. അതിൽ ഒന്നാമത്തെ ബാബും രണ്ടാമത്തെ ബാബും മൂന്നാമത്തെ ബാബും നമ്മളൊന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ഇത് പറഞ്ഞിട്ട് നമുക്ക് നാലാമത്തെ ബാബിലേക്ക് പോവാം. അപ്പോൾ സുലാസി മുജറദ് അതിൽ സായിദയായ അക്ഷരങ്ങളൊന്നും ഉണ്ടാവില്ല. സുലാസി മസീദ് ഫിഹിയിൽ സായിദയായ അക്ഷരം ഉണ്ടാവും. സുലാസി മുജറദ് 3 രൂപത്തിൽ വരും നമുക്കറിയാം. മാലി ഫഅല എന്ന വസനിക്കും വരും, 3നും ഫത്ഹായിട്ട്. സമിഅ എന്ന വസനിക്കും വരും, നടുത്ത ഐൻ ഫീലിന് കസറായിട്ട്. കറുമ എന്ന വസനിക്കും വരും, ഐൻ ഫീൽ നടുത്ത ലെറ്ററിന് ലമ്മായിട്ട് വരും. ഏതു രൂപത്തിൽ വന്നാലും സുലാസി മസീദ് ഫിഹി ആകുമ്പോൾ ഇതേ രൂപത്തിലേക്ക് മാറ്റുക. ഇതിന് ഇനി അഫ്അല എന്നുള്ളത് അഫ്ഉല എന്നോ അഫ്ഇല എന്നോ അഫ്അല എന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാം അഫ്അല എന്നേ വരുള്ളൂ. സമിഅ എന്നാണെങ്കിലും അസ്മഅ, ഫഅല എന്നാണെങ്കിലും അഫ്അല, കറുമ എന്നാണെങ്കിലും അക്റമ. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? സമിഅ എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. അത് ഇതിൽ ഈ ബാബിലേക്ക് വരുമ്പോൾ അസ്മഅ എന്നാണാകുക, അസ്മിഅ എന്നാവില്ല. കറുമ എന്നുള്ളതും അക്റമ എന്നാണാകുക, അക്റുമ എന്നാവില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ സുബൈർ? ആ, അപ്പോൾ ഹക്കീംക്ക് കയറിയോ? ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ ഹക്കീംക്ക? ആ, ഓക്കെ. ഇപ്പൊ ഇവിടെ നോക്ക്. ഇപ്പോ സുലാസി മസീദ് ഫിഹി 14 ബാബാണ്. ഒന്നാമത്തെ ബാബാണ് നമ്മൾ അഫ്അല എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ സുലാസി മുജറദിലെ 3 തരത്തിൽ വരുന്ന സുലാസി മുജറദും ഇവിടെ എന്തായിട്ടേ വരുള്ളൂ? ഈ ഒരു വസനേ വരുള്ളൂ, അഫ്അലാന്നേ വരുള്ളൂ. ഇപ്പൊ അലിമ അഅലമ, സമിഅ അസ്മഅ, ജലസ അജ്ലസ, കറുമ അക്റമ, ദഹബ അദ്ഹബ, കതബ അക്തബ, നസറ അൻസറ. ഇങ്ങനെ ഒക്കെയാണ് എന്ത് ചെയ്യുക? ഈ ഭാഗം വരിക. ഇപ്പുറത്തും അടിയിലും അങ്ങനെ തന്നെയാണ്. ഫഅല എന്നാണെങ്കിലും സമിഅ സമ്മിഅ എന്നല്ല വരിക, സമ്മഅ എന്ന വരിക. കറുമ കറുമ എന്നല്ല വരിക, കറമ എന്ന വരിക. ജലസ ജല്ലസ എന്ന് വരിക, നസറ നസറ എന്ന് വരിക, ഫതഹ ഫത്തഹ എന്ന് വരിക. ഓക്കെ. മൂന്നാമത്തെ ബാബു നോക്കുകൾ ഫഅല. അത് കറുമ എന്നാണെങ്കിലും കാറമ എന്ന് വരിക, സമിഅ എന്നാണെങ്കിലും സാമഅ എന്ന് വരിക. ഇതിൽ വ്യത്യാസമല്ല. ഈ ബാബിൽ എന്താവില്ല? ഐൻ ഫീലിന് വ്യത്യാസം. ഇല്ല ഇല്ല ഇല്ല, സാമ ഉണ്ട്, സാമുണ്ട്. കാറമാന്നൊന്നുമില്ല. ഞാനത് സർഫാണ് രൂപം പറഞ്ഞതാണ്. നമ്മൾ സർഫാക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊക്കെ പറയണം. സാമ മുസാമത്ത് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, സോപ്പിംഗ് എന്നൊക്കെ പറയില്ല നമ്മൾ. ഒരാളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുക അതിനൊക്കെ പറയും. സോപ്പി. അതെ അതെ. അതായത് പറയാന്നുള്ള അർത്ഥത്തിലല്ല, കേട്ട് സൂഹിക്കുക. ആണല്ലോ സമയാന്ന് വന്നാണല്ലോ. അപ്പോൾ മറ്റൊരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സൂഹിക്കുക. അപ്പോൾ 2 ആൾ അവിടെ ഉണ്ടാവും. ഒന്ന് പറയുന്ന ആളും ഉണ്ടാവും, ഒന്ന് കേൾക്കുന്ന ആളും ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കി നിങ്ങള് അഫ്അല. അത് ക്ലിയർ അല്ലേ ഹക്കീംക? നമ്മുടെ ശംസുക്ക വന്നോ? ശംസുക്ക എവിടെ? വന്നില്ല. ജുബൈർ ഓക്കെ? ഇതൊക്കെ അല്ലേ? എന്താ പറഞ്ഞേ?
ആ ഏതൊരു മൂന്നക്ഷരമുള്ള പേര് കിട്ടിയാലും നമുക്ക് ഇതിലേക്ക് മാറ്റാൻ കഴിയണം എന്ന് പറഞ്ഞാൽ പ്രയോഗത്തിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ സർഫാക്കി പഠിക്കുക. ഇപ്പോ ജലസ, അജ്ലസ. അപ്പൊ അജ്ലസ യുജ്ലിസു ഇജ്ലാസൻ ഉണ്ടോ? അജ്ലസ യുജ്ലിസു ഇജ്ലാസൻ ഫഹുവ മുജ്ലിസുൻ മുഫ്ഇലുൻ. പിന്നെ അതിന്റെ മജ്ഹൂല് വ ഉജ്ലിസ ഉജ്ലിസ യുജ്ലസു ഇജ്ലാസൻ ഫഹുവ മുജ്ലസുൻ. ഇസ്മു മഫ്ഊൽ ആണ് മുജ്ലസുൻ. അൽ അംറു മിൻഹു അജ്ലിസ് അഫ്ഇൽ വന്നഹിയു ലാ തുജ്ലിസ്. ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങള് നഹ്വ് ഇതുപോലെ. റാഫിഖ് ഒന്ന് വായിച്ചേ. റാഫിഖ ഒന്ന് വായിക്കും. അക്രമ അക്രമ അത് ശേഷം വായിക്കും. അക്രമ യുക്രിമു അല്ലല്ല മുക്രിമുൻ. അതായത് ഇവിടെ നോക്കേ യുക്രിമു എന്നല്ലേ അപ്പൊ മുക്രിമുന്നായി. മറ്റോടത്ത് നോക്ക് യുക്റമു എന്നല്ലേ, അപ്പൊ ഇവിടെ മുക്റമുൻ. ആ ഇനി പറയാം. അക്രമ യുക്രിമു. ആ പിന്നെ ഓക്കെ. ആ ഓക്കെ. നീ ഇരുത്തു, വേറൊരാളെ പിടിച്ചിരുത്തു. ജല്ലസ് ഉപയോഗത്തില്ല, പ്രയോഗത്തിലില്ല. ജാലസ ഉണ്ട്, പരസ്പരം ഇരുന്നു. മുജാലസ, മുജാലസാത്തു സാലിഹീനൽ ഫുദ്ദല എന്ന് കേട്ടില്ല നിങ്ങള്? സ്വാലിഹീങ്ങളായ അത് കേലേ. മുജാലസാത്തു സാലിഹീനൽ ഫുദ്ദല നമ്മുടെ ഹൃദയത്തിലുള്ള അസുഖങ്ങൾ മാറാൻ ഉള്ളൊരു മരുന്ന്. സ്വാലിഹീങ്ങളായ ആളുകളുടെ അടുക്കൽ ഒപ്പം ഇരിക്കുകയാണ്. ഒപ്പം ഇരിക്കാന്നാണ് ജാലസ അർത്ഥം. ഒപ്പം ഇരിക്കാന്ന് പറയുമ്പോൾ രണ്ടാളുണ്ടാവും അവിടെ ചുരുങ്ങിയത്. അപ്പൊ ജലസ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റൂല. ജാലസ എന്ന് പറയുമ്പോൾ ആ അർത്ഥം കിട്ടും, ഒപ്പം ഇരിക്കാന്ന് അർത്ഥം കിട്ടും. ഓക്കെ. നസർ എന്ന് ഈ ബാബിലേക്ക് കൊണ്ടുവരും ഹക്കീം ക. നസർ എന്ന് ഈ ബാബിലേക്ക് കൊണ്ടുവന്ന് സർഫാക്കിയും അൻസറ. ഓക്കെ. അൻസറ ഇനി ഇന്ന നമ്മുടെ സുബൈർക്ക് പറയട്ടെ. അദ്ഖല أدخل يدخل إدخالا فهو مدخل وأدخل يدخل إدخالا فهو مدخل. والنهي യെസ് യെസ് സിമ്പിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്മാണ് ഈ മുക്രിമുൻ, മുക്റമുൻ, ഇദ്ഖാലൻ എന്നൊക്കെ പറയില്ലേ, ഇക്റാമൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മസ്ദറുകളും മസ്ദർ ഇസ്മു ഫായിലൊക്കെ ഇസ്മാണ്. അപ്പൊ തൻവീൻ ഉണ്ടാവും അവിടെ. മസ്ദർ, ഇസ്മു ഫായില്, ഇസ്മു മഫൂലൊക്കെ ഇസ്മുകളാണ്. അപ്പൊ തൻവീൻ ഉണ്ട്. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അക്റമ യുക്രിമു ഇക്റാമൻ ഉണ്ടാവും. ബാക്കിയുള്ളതിലും തൻവീൻ ഇല്ലല്ലോ. അക്റമ എന്നുള്ളതിൽ തൻവീൻ ഇല്ല, യുക്രിമു എന്നുള്ളതിൽ തൻവീൻ ഇല്ല അല്ലേ, ഉക്രിമ എന്നുള്ളതിലില്ല. തൻവീൻ ഇസ്മിന്റെ പ്രത്യേകതയുണ്ട്.
തൻവീൻ ഉണ്ടാകുക എന്നുള്ളത് ഇസ്മിന്റെ അടയാളാണ്, ഇസ്മിന്റെ പ്രത്യേകതയാണ്. തൻവീൻ ഉള്ളതൊക്കെ ഇസ്മായിരിക്കും. ഇസ്മിനൊക്കെ തൻവീൻ ഉണ്ടാവില്ല. ചില ഇവിടെ അൽ ബാബു എന്നുള്ളടത്ത് തൻവീൻ ഇല്ലല്ലോ. അൽ ബാബു എന്നുള്ളടത്ത് കേരളക്കാരൊക്കെ ഇന്ത്യക്കാരായിരിക്കും, ഇന്ത്യക്കാരൊക്കെ കേരളക്കാരാവും. ഇല്ല, തൻവീൻ എവിടെ ഉണ്ടോ അതൊക്കെ ഇസ്മായിരിക്കും. അലിഫ്ലാം എവിടെ ഉണ്ടോ അതൊക്കെ ഇസ്മായിരിക്കും. അലിഫ്ലാം എവിടെ ഉണ്ടോ അതെല്ലാം ഇസ്മായിരിക്കും. അല്ലെ, ഒരു പദത്തിലെ ഒരു പദത്തിന്റെ തുടക്കത്തിൽ അലിഫ്ലാം ഉണ്ടോ ഇസ്മായിരിക്കും, ഒരു പദത്തിന്റെ അവസാനത്തിൽ തൻവീൻ ഉണ്ടോ ഇസ്മായിരിക്കും. അപ്പൊ ഇസ്മിനെ തിരിച്ചറിയാനുള്ള രണ്ട് അടയാളം നമ്മൾ പറഞ്ഞിട്ടു അല്ലേ. പിന്നെ ഇസ്മിനെ നമ്മൾ വിളിക്കുള്ളൂ, ജയ്ദേ, അംറേ, ഫഹദേ അല്ലേ. നമ്മൾ ആരെ വിളിക്കുള്ളൂ? ഇസ്മിനെ വിളിക്കുള്ളൂ, ഫീലിനെ നമ്മൾ വിളിക്കൂല. കവികളൊക്കെ വിളിക്കും അല്ലേ, കവികൾ വിളിക്കും പലതിനെയും. പക്ഷെ വിളിക്കാൻ പറ്റും എന്നർത്ഥം. വിളിക്കാൻ എന്താ ചെയ്യാൻ പറ്റും? പറ്റും. ഓക്കെ, അടുത്ത നോക്കി. ഇതിനി പറയണോ? ഈ ബാബുനി റിവിഷൻ വേണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ ഹക്കീം കാ? അടുത്തത് നോക്കണേ, അടുത്തത് നോക്കണം. ഫഅല ആണോ, സമിഅ സമ്മഅ, അലിമ അല്ലമ, ദക്കറ ദക്കറ, എല്ലാം ഇതേ രൂപത്തിൽ വരിക. ദക്കിറാന്നോ ദക്കുറാന്നോ ഒന്നും വരില്ല. ഫഅല നോക്കി നിങ്ങൾ. ഫഅല യുഫഇലു തഫ്ഈലൻ, കണ്ടോ തൻവീൻ ഉണ്ടോ? തഫ്ഈൽ ഇസ്മാണ്. ഫഹുവ മുഫഇലുൻ, വഫുഇല യുഫഅലു തഫ്ഈലൻ ഫഹുവ മുഫഅലുൻ. അൽ അംറു മിൻഹു ഫഇൽ, അംർ ട്ടോ, ഫഇൽ എന്നാണ് അതിന്റെ അംർ വരിക. വന്നഹിയു ലാ തുഫഇൽ, വന്നഹിയു ലാ തുഫഇൽ. നഹവു ഫറജ യുഫരിജു, കണ്ടോ? ഫറജ യുഫരിജു തഫ്രീജൻ ഫഹുവ മുഫരിജുൻ. ഫറജ യുഫരിജു എന്നാകുമ്പോൾ മുഫരിജുൻ. വഫുരിജ യുഫറജു തഫ്രീജൻ ഫഹുവ മുഫറജുൻ. അൽ അംറു മിൻഹു ഫർരിജ് വന്നഹിയു ലാ തുഫർരിജ്. സുഹൈൽ സാർ കറമ എന്ന് സർഫാക്കി. കറമ മുക്കർരിമുൻ. വകുരിമ യുകറമു തക്രീമൻ ഫഹുവ മുകറമുൻ. അൽ അംറു മിൻ മുകർരിം വന്നഹ്യു മിൻ മുകർരിം. യെസ്. നോക്കാം, നസ്സറിന് സർഫാക്കി. സുബൈർ സർഫാക്കട്ടെ. നസ്സറ ഇതേപോലെ. നസ്സറ യുനസ്സിറു തൻസീറൻ ഫഹുവ മുനസ്സിറൻ. അയ്വ, പിന്നെ നുസ്സിറ യുനസ്സിറു തൻസീറൻ ഫഹുവ മുനസ്സിറൻ. അൽ അംറു മിൻഹു നസ്സിർ വന്നഹ്യു ലാ തുൻസിർ. അയ്വ. ഫത്തഹ ഹക്കീം കാ. ഫത്തഹ ഫത്തഹ, ഫത്തഹ തുറന്നു, ഫത്തഹ. തഫ്തീഹൻ, എങ്ങനെ? തഫ്തീഹൻ. ഏതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, തഫ്രീജൻ, തഫ്തീഹൻ. പറഞ്ഞു. മുഫ അല്ല, ആദ്യത്തത് മുഫത്തിഹുൻ. ഫത്തഹ യുഫത്തിഹു. പറഞ്ഞോളേ.
യെസ്. ഫത്തഹ യുഫത്തിഹു തഫ്തീഹൻ ഫഹുവ മുഫത്തിഹുൻ. നമ്മൾ ഫത്തശ മുഫത്തിഷ് എന്ന് കേട്ടില്ലേ നിങ്ങള്? ഫത്തശ ഫത്തശ യുഫത്തിഷു തഫ്തീഷൻ ഫഹുവ മുഫത്തിഷുൻ. വഫുത്തിഷ യുഫത്തഷു തഫ്തീഷൻ ഫഹുവ മുഫത്തഷുൻ. അൽ അംറു മിൻഹു ഫത്തിഷ് വന്നഹിയു ലാ തുഫത്തിഷ്. നഹിയു ലാ തുഫത്തിഷ്. ആരാ വന്നത്? നമ്മൾ ശംസുക്കാണോ? ഫാറൂഖ്. ആ, ഫാറൂഖ് ഡ്യൂട്ടിയില്ല. കേൾക്കുന്നില്ല എൻ്റെ വോയിസ്? പ്രശ്നമില്ല. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? വെച്ചു കൊടുത്താൽ മതി. ഈ ബാബിന്റെ ഈ സംഗതി അതേപോലെ തന്നെ വെച്ചു കൊടുക്കണം. ഫഅല ഫത്തഹ, അലിമ അല്ലമ. അതാണ് നേരത്തെ പറഞ്ഞത്. ഐൻഫീല് ഫത്ഹായാലും കസ്റായാലും ലമ്മ ആയാലും സുലാസി മുജറദിൽ ഇവിടെ വരുമ്പോൾ ഈ ഒരു രൂപേ വരും. അഫ്അല, ഫഅല, ഫഅല. മൂന്നാമത്തത് ഫഅല. എല്ലാത്തിനും ഒരു എന്താണ് ചെയ്യിപ്പിച്ചു എന്നൊരർത്ഥം വരും. ഫഅലക്ക് ഒന്ന് വർദ്ധിപ്പിച്ചു എന്നൊരർത്ഥം കൂടി കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാല് ഫറജ. ഫറജ എന്ന് പറഞ്ഞാല് ഈ നമ്മൾ എന്താ പറയാ, തുറന്നു കൊടുത്തു, ഒരു തഫ്രീജ്, ഒരു സഹായം ചെയ്തു കൊടുത്തു എന്നാ വരിക. ഒരു അതിന്റെ ലളിതമായ അർത്ഥം പറഞ്ഞാല് ഏത്? അതെ അതെ. അതായത് എന്തോ ഒരു കുടുക്കുണ്ടായിരുന്നു, ആ കുടുക്കത്തുനിന്ന് കഴിച്ചിലാക്കി കൊടുത്തു എന്നാ വരിക. അതായത് ഒരു വഴി കാണിച്ചു കൊടുത്തു, വഴി തുറന്നു കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു കുറച്ച് എന്താണ് കുറെ വഴികൾ കാണിച്ചു കൊടുത്തു എന്നൊരർത്ഥം വരും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഫത്തഹ തുറന്നു കൊടുത്തു, കുറെ തുറന്നു കൊടുത്തു എന്നർത്ഥം വരും. മുഅ്മിനീങ്ങൾക്കുള്ള പ്രയാസങ്ങൾക്ക് നീ ഒരുപാട് പരിഹാരങ്ങൾ തുറന്നു കൊടുക്കണേ, അതിന്റെ അർത്ഥം വരും. അത് അത് നെഫീസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നെഫീസ് പറഞ്ഞാൽ നീക്കണേന്ന്, പ്രയാസങ്ങൾ നീക്കണേന്ന് അർത്ഥം വരും. നഫസ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നഫസ യുനഫിസു, അതിന്റെ അമ്രാണ് നെഫീസ്. നെഫീസ് എന്ന് പറഞ്ഞാൽ നീക്കുക എന്നാണ്. പിന്നെ ഈ ഈ ഈ അർത്ഥത്തിനുണ്ടല്ലോ, മൂന്നാമത് പറഞ്ഞ ഫാഅൽ ഉണ്ടല്ലോ, അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് പേരെന്നുള്ളൊരു അർത്ഥം വരും. രണ്ട് പേരിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കാത്തല പരസ്പരം പോരാടി, പരസ്പരം എന്നുള്ള അർത്ഥം വരും കാത്തല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ കാത്തബ എഗ്രിമെന്റ് എഴുതാന്ന് അതിന്റെ അർത്ഥം. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ്. കാത്തബ എഗ്രിമെന്റ്. എഗ്രിമെന്റ് എഴുതണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടാൾ വേണല്ലോ, വേണ്ടേ? കാത്തബ. ആ, പിന്നെ ജാലസ ഞാൻ പറഞ്ഞില്ലേ, പരസ്പരം ഇരുന്നു, അടുത്തടുത്തിരുന്നു, അങ്ങനെ ഒരർത്ഥം വരും. പിന്നെ ഇതിനും അഫ്അലക്കും ഫഅലക്കും അധിക അർത്ഥങ്ങളും ഒരേപോലെ വരും കേട്ടോ. നസല, അൻസല ഇറക്കി, നസല എന്ന് പറഞ്ഞാലും ഇറക്കി തന്നെ അർത്ഥം. അങ്ങനെ പലതിനും ഒരേ അർത്ഥം. എന്താണ് പറയാ, ലാസിമായ ഫിഅലിനെ മുതഅദ്ദിയാക്കാൻ വേണ്ടിയിട്ടും ഈ രണ്ട് ബാബുമാണ് ഉപയോഗിക്കുക. ഏത്? അൻസല അഫ്അല എന്നുള്ളതും ഫഅല എന്നുള്ള ബാബുമാണ് ഉപയോഗിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പറയും, നമ്മൾ ഗഞ്ചാനിൽ തന്നെ തുടക്കത്തിൽ നമ്മളത് പറയും. നെഹവിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടത്. ലാസിമായ ഫീല്, ഇപ്പോൾ മഫ്ഊലില്ലാത്തൊരു ഫീല്, നസല ഇറങ്ങി എന്നാണ്. അപ്പോൾ ഇറക്കി എന്ന് പറയണമെങ്കിൽ ഒരു മഫൂലിലേക്ക് ചേർത്തിയേക്കിയിട്ട് പറയണമെങ്കിൽ അൻസല എന്ന് പറയണം. അൻസല യുൻസിലു, നസ്സല യുനസ്സിലു, ഇറക്കി എന്നർത്ഥം തന്നെ. അതുകൊണ്ട് ജലസ ഇരുന്നു എന്നാണ്. ഇരിക്കുക എന്നുള്ളതിന് എന്തുണ്ടാവില്ല, മഫൂൽ ഉണ്ടാവില്ല. അപ്പൊ അജ്ലസ ഇരുത്തി, അതിന് മഫൂൽ ഉണ്ടാവും. ഞാൻ അവനെ ഇരുത്തി. അതുപോലെ അല്ല, അത് പറയില്ല, ജല്ലിസ് എന്ന് പ്രയോഗിക്കില്ല. അവിടെ അജ്ലസ എന്നേ പറയും. നുസ്സിലാണ്.
ഏത് അല്ല, ജല്ലസ എന്നുള്ള പ്രയോഗമല്ല എന്ന് പറഞ്ഞാണ്. സംഗതി സർഫാകുന്ന സമയത്ത് നമുക്ക് പറയാം ജല്ലിസ്, ജല്ലസ യുജല്ലിസു, അതിന്റെ അമ്രാണ് ജല്ലിസ് എന്ന് പറയാം. പക്ഷെ അതൊരു പ്രയോഗത്തിലില്ല പറയാം. ഇപ്പൊ അൻസലയും നസലയും പ്രയോഗത്തിലുണ്ട്. നസല എന്നുള്ളത് ലാസിമായ ഫീലാണ്, അതിന് നുസില എന്ന് മജ്ഹൂല് വരില്ല. നസലക്ക് നുസില. ഏതുപോലെ കറുമ എന്നുള്ള ലാസിമാണ്, അതിന് കുരിമ എന്ന് മജ്ഹൂല് വരില്ല. എന്താ വരാത്ത? ഇറങ്ങ ഇറങ്ങി എന്നുള്ളതിന് എന്താ, എങ്ങനെ മജ്ഹൂല് വരാ? ഇറങ്ങപ്പെട്ടു എന്നോ? അതെന്താ സംഗതി? എന്തിറങ്ങപ്പെട്ടു? ഇല്ലല്ലോ, ഇറങ്ങി എന്നുള്ളതിന് കർത്താവല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞു അല്ലേ, ഞാൻ ഇറങ്ങി. അപ്പോൾ അതിന് മഫൂൽ ഉണ്ടാവില്ല, കർമ്മ ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ സഞ്ചാനിൽ ഓരോന്നും അതിൻ്റെ ഭാഗം എന്ത് ചെയ്യും, ഓരോ അർത്ഥങ്ങളും ഓരോ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു പോവാം. ഇവിടെ സാധാരണഗതിയിൽ കൂടുതലും അഫ്അലയും ഫഅലയും ലാസിമായ ഫെയിലിനെ മുത്തഅദ്ദിയാക്കാനാണ് വരിക. ദഹബ പോയി, അദ്ഹബ പോക്കി, പോയിപ്പിച്ചു. അതുപോലെ കറുമ ആദരവുള്ളവനായി, അക്രമ ആദരവുള്ളവനാക്കി, ആദരിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഫഅല യുഫഇലു തഫ്ഈലൻ ഫഹുവ മുഫഇലുൻ. നസ്സറ, ശ്രദ്ധിക്കണേ, യുനസ്സിറു തൻസീറൻ ഫഹുവ മുനസ്സിറുൻ. കറമ യുകർരിമു തക്രീമൻ ഫഹുവ മുകർരിമുൻ. ദഖല യുദഖിലു തദ്ഖീലൻ ഫഹുവ മുദഖിലുൻ. ഖറജ യുഖരിജു തഖ്രീജൻ ഫഹുവ മുഖരിജുൻ. ബഅദ യുബഇദു തബ്ഈദൻ ഫഹുവ മുബഇദുൻ. അതുപോലെ കത്തബ യുകത്തിബു തക്തീബൻ ഫഹുവ മുകത്തിബുൻ. കദ്ദബ യുകദ്ദിബു തക്ദീബൻ ഫഹുവ മുകദ്ദിബുൻ. സദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ ഫഹുവ മുസദ്ദിഖുൻ. എത്ര ഫീലുകൾ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. അടുത്തേക്ക് പോട്ടെ. ഹക്കീം ക ജുബൈർ. അടുത്തതും ഒരക്ഷരം സായിദുള്ളതാണ്. അൽ ബാബു സാലിസ് ഫഅല. അപ്പൊ കതബ കാതബ, ജലസ ജാലസ, സമിഅ സാമഅ, ഫരിഹ ഫാറഹ, അലിമ. ഫഅല പരസ്പരം പ്രവർത്തിച്ചു എന്നർത്ഥം വരും. അതെ, അങ്ങനത്തേതേ ഇതിൽ വരുള്ളൂ. ഞാൻ പിന്നെ ഒരു വസ്ന് കിട്ടാൻ വേണ്ടിയിട്ട് പലതിനെയും പറഞ്ഞാണ്. ഖറജ ഖാറജ, നസറ നാസറ, ദഖല ദാഖല, കതബ കാത്തബ. ആണോ കാത്തബ. ഫഅല യുഫാഇലു, യുഫാഇലു. അപ്പൊ യുകാത്തിബു. ഖാതല യുഖാതിലു, ദാഖല യുദാഖിലു, ബാഅദ യുബാഇദു, ദാക്കറ യുദാക്കിറു. അപ്പോൾ ഫഅല യുഫാഇലു മുഫാഅലതൻ. അതിന് രണ്ട് മസ്ദർ വരും കേട്ടോ. മുഫാഅലതൻ വഫിആലൻ ആണ് രണ്ട് മഫൂൽ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ പലതിനും അങ്ങനെ ഉണ്ടാവും, ചിലതിന് രണ്ടുണ്ടാവും, രണ്ടിൽ കൂടുതലൊക്കെ മഫൂൽ ഉണ്ടാവും. ഇവിടെ രണ്ട് മഫൂൽ. അപ്പോൾ കാതബ യുകാതിബു മുകാതബതൻ വ കിതാബൻ ഫഹുവ മുകാതിബുൻ. വഫൂഇല, അതിന്റെ മജൂൽ നോക്ക് നിങ്ങൾ. വഫൂഇല യുഫാഅലു മുഫാഅലതൻ വഫിആലൻ ഫഹുവ മുഫാഅലുൻ. അൽ അംറു മിൻഹു ഫാഇൽ. ഫാഇൽ എന്നുള്ളത് ഫാഇൽ അല്ലാത്തത് ഫാഇൽ സുക്കൂനല്ല പിന്നെ. വന്നഹിയു ലാ തുഫാഇൽ. നഹ്വ് ഇതുപോലെ ഖാതല യുഖാതിലു മുഖാതലതൻ വഖിതാലൻ ഫഹുവ മുഖാതിലുൻ.
وقوتل يقاتل مقاتلة وقتالا فهو مقاتل الأمر منه قاتل والنهي لا تقاتل. സിമ്പിളാണ്. അതിലെന്തെന്ന് വെച്ചാൽ ഖത്തലൻ്റെ അക്ഷരം കൂടി കാത്തലാണ്. സമീഅൻ്റെ സാമഅ എന്നായി. സാമിഅ എന്ന് പറയരുത്, സാമഅ. അലിമൻ്റെ ആലിമ എന്ന് പറയരുത്, ആലമ. അമിലൻ്റെ ആമല, ആമല. പറയട്ടെ, കാത്തബ് എന്ന് സർഫായിക്കട്ടെ. നമ്മുടെ ആരെ സർഫാക്ക? റാഫിക്ക് സർഫാക്കട്ടെ. കാത്തബ. കാത്തബ. നമ്മുടെ അത് അത് നമ്മൾ ഇതിലില്ല, അതിൽ വരും, അജ്നാസുൽ കുബ്രയിൽ വരും. അപ്പോ നിങ്ങൾ ഫാറൂഖ് ഭായ് സർഫാക്കട്ടെ. നാസറ. ഓക്കെ, എന്നാ വേണം നമ്മൾ സുഹേൽ സാറ്. നാസറ. സുഹേൽ സാറ്. ഓക്കെ, നമ്മുടെ സുബൈറെ ചെറിയതൊന്ന് ഏതാപ്പം കൊടുക്ക. ആമല. അമിലന്റെ ആമല. ആ ആ ആ മുആമലതൻ വഇമാലൻ. അതായത് ഫിആൽ എന്നല്ലേ, ഫഅല എന്നുള്ളടത്ത് നമ്മളെപ്പോഴാ പറഞ്ഞേ? അപ്പോ ഇമാലൻ എന്താ പറയാ? മിആൽ എന്നല്ല, ഇമാലൻ. ഐനല്ല ഫസ്റ്റ് അക്ഷരം. ഇമാലൻ. റൂമില. ആ ആ ആ വഇമാലൻ. ആ അൽഅംറു മിൻഹു. യെസ്, ലാ തുആൻ. യെസ്. അല്ല, അത് ഇതെന്നല്ല, അത് ആമിലുൻ എന്ന് പറഞ്ഞില്ലേ, ആമിലുൻ. അതിന്റെ ജമ്മുണ്ട്. അതായത് അത് അമിലന്റെ ആണത്. അമില യഅമലു അമലൻ ഫഹുവ ആമിലുൻ. ആ ആമിലുൻ സർഫാവുമ്പോൾ ആമിലുൻ, ആമിലാനി, ആമിലൂന, ആമിലത്തുൻ, അതിന്റെ ബഹുവചനാണത്. ആമിലത്തുൻ, ആമിലത്താനി, ആമിലാത്തുൻ വ അവാമിലു. ആമിലാത്തുന്നും അതിന് ജമ്മു വരും, അവാമിലൂന്നും ജമ്മു വരും, രണ്ട് ജമ്മു വരും. അതിന്റെ അർത്ഥം അമല് ചെയ്യുന്നവർ എന്നാണ്. ഇവിടെ ആമല എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇടപാട് നടത്തുക എന്നാണ്. ഇടപാട് നടത്തുമ്പോൾ രണ്ട് പേരുണ്ടാവും. ഇവിടെ ഈ ബാബിന്റെ പ്രത്യേകത ഏതൊരു ഇതെടുത്താലും, ഈ ബാബിൽ ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും അതിനെന്താ അർത്ഥം ഉണ്ടാവും? പരസ്പരം നടത്തം വരും. ആമല ഏതൊന്നും എടുത്താലും. ഇപ്പൊ കാത്തല കണ്ടില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, പരസ്പരം യുദ്ധം ചെയ്യുന്നു. ആമല പരസ്പരം പണിയെടുക്കുന്നു.
വലൈക്കും സ്സലാം. നമ്മൾ ഇന്നലെ പറഞ്ഞ തന്നെ ഒന്ന് റിവൈസ് ചെയ്യും കൂടിയാണ്. പിന്നെ ജാലസ പരസ്പരം ഇരുന്നു, അതുപോലെ കാത്തബ എഗ്രിമെൻ്റ് എഴുതി. കത്തബ എഴുതി എന്നാണ്, കാത്തബ എന്ന് പറയുമ്പോൾ എഗ്രിമെൻ്റ് എഴുതി. അങ്ങനെ ഓരോന്നാണ് തന്നെ വരിക. ബാഅദ ദൂരത്തായി എന്നാണ്. ദൂരത്തായി ഏത്? അതെ, ലഈബന്റെ ലാഅബ എന്ന വരിക. ഇപ്പോ എന്താ പറയാ, സോപ്പ് ഇട്ടു എന്ന് പറയില്ല നമ്മുടെ എണ്ണ, എന്താ നമ്മൾ ചില പ്രയോഗം പ്രയോഗിക്കുള്ളൂ, സോപ്പ് ഇട്ടു. അപ്പൊ മുദാഹനത്ത് എന്ന് പറയാം, ദാഹന, എണ്ണ തേച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഒരാൾ മറ്റൊരാൾ എന്ത് ചെയ്യും, എന്താ അതിന് എന്തോ ഒരു പ്രയോഗം ഉണ്ടല്ലോ ഇപ്പോൾ അടുത്ത്, സ്ക്രൂ ചെയ്തു എന്നൊക്കെ പറയുന്നത്. നമ്മള് ഇപ്പൊ പുതിയൊരു പ്രയോഗം ഉണ്ടല്ലോ അതിന്, എന്തോ ഒരു കുട്ടി എന്ന് പറഞ്ഞത്, അതായത് ഇങ്ങനെ തരിപ്പ് കയറ്റി എന്ന് പറയില്ലേ, തരിപ്പാക്കുക, അതതിൻ്റെ അതിൻ്റെ അർത്ഥം. അതുപോലെ രണ്ടാളുണ്ടാവൂല അതിന് അങ്ങനെ പറയുമ്പോൾ. അതാണ് ഇതിന്റെ പ്രത്യേകത, ഈ ബാബിന്റെ പ്രത്യേകത അതാണ്. അതിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സർഫാക്കുന്ന സമയത്ത് പലതും പറയട്ടോ. സർഫാക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നസറ, അതിനെ നാസറ എന്ന് പറയും. നാസറ, നാസറ യുനാസിറു മുനാസറത്തൻ വ നിസാറൻ ഫഹുവ മുനാസിറുൻ, വനൂസിറ യുനാസറു മുനാസറത്തൻ വ നിസാറൻ, ദാഖല യുദാഖിലു. അതുപോലെ കാലമ കോൾ ചെയ്തു, സംസാരിച്ചു, മുക്കാലമത്ത് എന്ന് പറയാം അല്ലേ. മിസ് കോളിന് എന്താ പറയാ, അൽ മുക്കാലമത്തു, റിസീവ്ഡ് കാൾ, മിസ് കോൾ എന്നുള്ളതിൽ ഈ അറബി ഫോണിലൊക്കെ അൽ മുക്കാലമ എന്ന് പറയാം. അത് രണ്ടാൾ സംസാരിക്കുമല്ലോ, ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമല്ലോ, അപ്പാണ് മുക്കാലമ. കോൾ എന്നുള്ളതിനാണ് മുക്കാലമ എന്ന് പറയാം. മിസ്ഡ് എന്ന വേറെന്തോ ഒരു പ്രയോഗം ഉണ്ടത്, അൽ മുക്കാലമത്തുല്ലെത്തി മറ്റെന്തോ ഒരു പ്രയോഗം ഉണ്ടായില്ലേ, ഓർമ്മല്ല. മിസ് കോളും റിസീവ്ഡ് കോളും എനിക്ക് ഡയൽഡ് നമ്പേഴ്സും ഒക്കെ അങ്ങനെ പറയാം, മുക്കാലമ എന്ന് പറയാം. പിന്നെ ഈ ഫൈനിന് എന്താ പറയാ, കറാമ അല്ലേ, അങ്ങനെന്തോ പറയില്ലേ, മുഖാലഫ, അത് ഫൈനല്ലേ. മറ്റേ ഇത് പറയില്ലേ, എന്താ ഈ പോലീസുകാർ കൊടുക്കണതിന് അറബിയിൽ പറയല്ലോ അല്ലേ, ശംസുക്ക എന്താ പറയാ, അങ്ങനെ എന്തോ മുക്കാറമാന്ന്, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. കറാമ എന്ന് പറയും. ഫൈന് കിട്ടി കറാമ കിട്ടി പറയും, അത് മുക്കാറമ. അത് ഇങ്ങനത്തെ ഈ അതിനെ റാഖബ നിരീക്ഷിച്ചു, റാഖബ, മുറാഖിബ് ഈ നിരീക്ഷിക്കുന്ന ആള്, നിരീക്ഷിക്കുമ്പോൾ എന്തുണ്ടാവും, ഒരാൾ മറ്റൊരാളെ നിരീക്ഷിക്കുക. അപ്പോൾ അതാണ് ഈ ബാബിന്റെ പ്രത്യേകത. അങ്ങനെയാണ് ഈ ബാബിൽ വരുന്നത്. സാഅദ സഹായിച്ചു, സാഅദ സഹായിക്കണമെങ്കിൽ എന്തുവാണ്, ഒരാൾ മറ്റൊരാളെ നമ്മൾ സഹായിക്കണം, അവർ രണ്ടാളുണ്ടോ പരസ്പരം സഹായിച്ചു മറ്റുള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിന് രണ്ട് മസ്തർ ഉണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. ഫഅല യുഫാഇലു മുഫഅലതൻ വഫിആലൻ, രണ്ട് മസ്തർ. പിന്നെ ഇസ്മു ഫാഇൽ മുഫാഇലുൻ, മുജാലിസുൻ. ഇത് ഈ മൂന്നെണ്ണമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിൻ്റെ മുലാരി, മാലി, അംർ, നഹിയ്, ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ ഒക്കെ നമ്മൾ സർഫാക്കണം. അപ്പോൾ അഫ്അല, അഫ്അലനെ സർഫാക്കിയിട്ട് അങ്ങനെ അഫ്അല, അഫ്അല, അഫ്അലു, അഫ്അലത്, അഫ്അലത, അഫ്അൽന.
ഏതുപോലെ കറമ അപ്പുറത്ത് രണ്ടാമത്തെ ബാബിൽപ്പെട്ട ഫറജ ഫറജ ഫറജു ഫറജത് ഫറജത ഫറജ്നി ഫറജ്ത ഫറജ്തുമ ഫറജ്തും ഫറജ്തി ഫറജ്തുമ ഫറജ്തുന്ന ഫറജ്തു ഫറജ്ന. ഇതുപോലെ മൂന്നാമത്തെ നോക്കുങ്ങൾ കാത്തല 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 കാത്തലു കാത്തലത്ത് കാത്തലത്ത കാത്തൽന കാത്തൽത്ത കാത്തൽത്തുമ കാത്തൽത്തും കാത്തൽത്തി കാത്തൽത്തുമ കാത്തൽത്തുന്ന കാത്തൽത്തു കാത്തൽന. ഇനി എൻ്റെ മുലാരി അങ്ങനെ തന്നെ യുഫ്ഇലു യുക്കിരിമു എന്നാണ് അവിടെ പറഞ്ഞത്. യുക്കിരിമു യുക്കിരിമാന് യുക്കിരിമൂന. നമ്മൾ യഫ്അലു യഫ്അലാനി യഫ്അലൂനാന്ന് മീസാൻ സർഫാക്കിയ പോലെ തന്നെ ഇവിടെ ഫറജ യുഫർരിജു യുഫർരിജു യുഫർരിജാനി യുഫർരിജൂന തുഫർരിജു തുഫർരിജാനി യുഫർരിജ്ന തുഫർരിജു തുഫർരിജാനി തുഫർരിജൂന തുഫർരിജീന തുഫർരിജാനി തുഫർരിജ്ന ഉഫർരിജു മുഫർരിജു. എൻ്റെ മുതാരി. ഇനി യുഖാത്തിലു എന്നാകുമ്പോഴോ യുഖാത്തിലു യുഖാത്തിലാനി യുഖാത്തിലൂന തുഖാത്തിലു തുഖാത്തിലാനി യുഖാത്തിൽന തുഖാത്തിലു തുഖാത്തിലാനി തുഖാത്തിലൂന തുഖാത്തിലീന തുഖാത്തിലാനി തുഖാത്തിൽന തുഖാത്തിലു നുഖാത്തിലു. ഇനി ഇസ്മുഫായിൽ ഇസ്മുഫായിൽ സർഫാക്കുമ്പോൾ തന്നെ മുക്കിരിമുൻ മുക്കിരിമാനി മുക്കിരിമൂന മുക്കിരിമത്തുൻ മുക്കിരിമത്താനി മുക്കിരിമാത്തുൻ മുക്കറമുൻ മുക്കറമാനി മുക്കറമൂന മുക്കറമത്തുൻ മുക്കറമത്താനി മുക്കറമാത്തുൻ. ഇസ്മുഫൂൽ മുഫർരിജുൻ മുഫർരിജാനി മുഫർരിജൂന മുഫർരിജത്തുൻ മുഫർരിജത്താനി മുഫർരിജാത്തുൻ. ഞാൻ ഇസ്മുഫൂല മുഫറജുൻ മുഫറജാനി മുഫറജൂന മുഫറജത്തുൻ വമുഫറജത്താനി വമുഫറജാത്തുൻ. മുഖാത്തിലുൻ മുഖാത്തിലാനി മുഖാത്തിലൂന മുഖാത്തിലത്തുൻ. മറ്റേത് മുഖാത്തലത്തുൻ എന്നാട്ടോ പറഞ്ഞേ. മസ്തർ മാറിപ്പോയല്ലേ. മുഖാത്തലത്ത്. ഇവിടെ മുഖാത്തിലത്തുൻ മുഖാത്തിലത്താനി മുഖാത്തിലാത്തുൻ മുഖാത്തലുൻ മുഖാത്തലാനി മുഖാത്തലൂന മുഖാത്തലത്തുൻ മുഖാത്തലത്താനി മുഖാത്തലാത്തുൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ സുബൈർ ഹക്കീം ക ഓക്കെ ഷംസുക മൂന്നക്ഷരമുള്ള പേരിൽ കൂടെ നമ്മൾ ഒരക്ഷരം കൂട്ടിയിട്ട് 3 രൂപത്തിൽ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത് സുലാസി മസീദ് ഫിഹിയിലെ ആദ്യത്തെ ബാബാണിത്. ആദ്യത്തെ ബാബ് 3ആണ്. ആദ്യത്തെ ബാബിലെ ആദ്യത്തെ ഐറ്റം ബാബിൽ 3ആണ്. 4 അക്ഷരമുള്ള സായിദയായ സുലാസി മസീദ് ഫിഹി 3 എണ്ണമാണ്. ഒന്ന് അഫ്അല യുഫ്ഇലു, മറ്റേത് ഫഅല യുഫഇലു, ഫഅല യുഫാഇലു. ഓക്കെ അല്ലേ? ഇനി നോക്കണേ. ഫാദിനെ വിളിക്ക്. ഇനി എഴുതി പഠിക്കാൻ പറ. ഫാദിനെ വിളിക്ക്. സമയം ചോദിച്ചു. നാലാമത്തത് അൽ ബാബുർ റാബിഉ തഫാഅല. ഇതിൽ എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം കാണാൻ പറ്റും. ത, പിന്നെ ഫ, പിന്നെ ഒരു അലിഫ്, പിന്നെ ഐന്, ലാം. തഫാഅല 2 അക്ഷരം അപ്പോൾ ഇവിടെ സായിദയാണ്. ഒന്ന് താവും സായിദയാണ്, പിന്നെ ഒരു അലിഫും സായിദയാണ്. അപ്പം 3 അസ്ലിയായ അക്ഷരം, 3 പ്ലസ് 2 സായിദ. അപ്പം ഇനി പറയാൻ പോകുന്നത് 2 അക്ഷരം സായിദയായതാണ്. അപ്പം നമ്മൾ ഈ 3 എണ്ണം പറഞ്ഞത് ഒരക്ഷരം സായിദയായതായിരുന്നു. ഇനി പറയാൻ പോകുന്നത് 2 അക്ഷരം സായിദയായത്. ഓക്കെ. തഫാഅല യതഫാഅലു, തഫാഉലൻ. തഫാഅല യതഫാഅലു തഫാഉലൻ ഫഹുവ മുത്തഫാഇലുൻ. മുത്തഫാഇലുൻ. അപ്പോൾ നോക്കുങ്ങൾ അതിൻ്റെ മുദാരിക്ക് ഇവിടെ
യാ തന്നെ കേട്ടോ, യായിനിക്ക് ഫത്ത് തന്നെയാണ്. മറ്റോടത്ത് മൂന്നോടത്തും യായിനിക്ക് ലമ്മായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യം പറഞ്ഞ മൂന്നോടത്തെ യായിനിക്ക് ലമ്മായിരുന്നു. അഫ്അല എൻ്റെ മുതാരി യുഫ്ഇലു അല്ലേ, ഫഅല യുഫഇലു, ഫഅല യുഫാഇലു ഒക്കെ ലമ്മായിരുന്നു. ഇവിടെ ഫത്ത് തന്നെയാണ്. തഫഅല യതഫഅലു. അപ്പോൾ നമ്മൾ മറ്റേ ബാബുകൾ പറഞ്ഞു നോക്കുക. തക്കാത്തബ, തക്കാത്തബ അല്ലേ, യത്തക്കാത്തബു. തനാസറ യത്തനാസറു. തദാഖല യത്തദാഖലു. തഖാറജ തഖാറജ യതഖാറജു. തജാലസ യതജാലസു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഹക്കീം കാ? ഇതിന്റെ അർത്ഥം മറ്റേ ഈ അർത്ഥം തന്നെ വരിക, യുക്കാത്തിലുള്ളതിന്റെ അർത്ഥം വരിക, ആ പരസ്പരം എന്നുള്ള അർത്ഥം വരും. ഇപ്പൊ ഇവിടെ നോക്ക്, തഫാഅല യതഫാഅലു തഫാഉലൻ. അതിന്റെ മസ്ദർ നോക്കി, തഫാഉലൻ ഫഹുവ മുതഫാഇലുൻ. വതുഫൂഇല യുതഫാഅലു. അതിന്റെ മജൂൽ നോക്ക്, യുതഫാഅലു. തഫാഉലൻ ഫഹുവ മുതഫാഅലുൻ. സുബൈർ അവിടെ പോയോ? അൽ അംറു മിൻഹു തഫാഅൽ വന്നഹ്യു ലാ തതഫാഅൽ. നോക്കണേ, തഫാഅല യതഫാഅൽ അപ്പൊ എങ്ങനെ ശരിയാകാം? മുളാറത്തിന് അക്ഷരം എവിടെ? മറ്റേത് അതിന്റെ അസ്ലിയായ അക്ഷരമാണ് തഫാഅൽ എന്ന് പറയുമ്പോഴേ, മുളാറത്തിന്റെ അക്ഷരം വേണ്ടേ? ലാ തതഫാഅൽ. നോക്ക്, തബാഅദ യതബാഅദു, തബാഅദ യതബാഅദു. ഉദാഹരണം നോക്ക്, തബാഉദൻ ഫഹുവ മുതബാഇദുൻ. വതുബൂഇദ യുതബാഅദു തബാഉദൻ ഫഹുവ മുതബാഅദുൻ. അൽ അംറു മിൻഹു തബാഅദ് വന്നഹ്യു ലാ തതബാഅദ്. നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി ഹക്കീം കാ, ജസ്റ്റ് ഒന്ന് നോക്കി. ഒന്ന് സർഫാക്കുന്ന ഏതാ കൊടുക്കുക? തഫാഅലിന്റെ തകാറമ. തകാറുമൻ. തകാറുമൻ. തകാറം. അൽ-അംറു മിൻഹു തകാറം. തകറും എന്ന് പറയില്ലേ, തകാറം. വന്നഹ്യു ലാ തതകാറം. ഓക്കേ, സുബൈർ വന്നില്ല? എന്തു പറ്റി? എവിടെ പോയി? ഉറങ്ങിപ്പോയോ? ഓക്കെ.
അപ്പോ തഹാറജ, തഹാറജ. ആ ആ ആ ആ ആ ഉം, ഉം, ഓക്കെ. ഇതിലും മറ്റേ ഈ ബാബിന്റെ അർത്ഥം തന്നെ വരിക. ഏത് കാത്തലു കാത്തുലു എന്നുള്ളതിന്റെ അർത്ഥം വരിക. പക്ഷെ ഒന്നുകൂടി കുറച്ചും കൂടി സ്ട്രോങ് കൂടും. അക്ഷരങ്ങൾ കൂടുന്നതിനനുസരിച്ച് അർത്ഥത്തിന്റെ വ്യാപ്തിയും കൂടും. ആ അറബിന്റെ പ്രത്യേകത ആണ്. അക്ഷരങ്ങൾ ഇങ്ങനെ ആ തബാർക്കയിലാണ് ബറക്കത്തുള്ളതായി എന്ന് വേണ്ട. പിന്നെ തനാസല ഒന്ന് സർഫായിക്ക സുഹേൽ സാറ്. തനാസല സിമ്പിൾ അല്ലേ? ഇനി റാഫിക്ക, റാഫിക്കാക്ക് ഒന്നുകൂടി എളുപ്പമുള്ളത് കൊടുക്കാം. തഹാറജ, തഹാറജ എന്താ പറയാ? തഹാറജ യതഹാറജു. ആ കേൾക്കുന്നില്ലേ? ആ റാഫിക്കാനോട് തന്നെ. തഹാറജുൻ. ആ തഹാറജ്, തഹാറജ്. അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ അക്ഷരങ്ങളാണ് പ്രശ്നം വന്നത്. തഹാറജ യതഹാറജു തഹാറുജൻ ഫഹുവ മുതഖാരിജുൻ വതുഖൂരിജ യുതഖാറജു തഖാറുജൻ ഫഹുവ മുതഖാറജുൻ അൽ അംറു മിൻഹു തഖാറജ് വന്നഹിയു ലാ തതഖാറജ്. അതിന്റെ അങ്ങനെ പരസ്പരം പ്രവർത്തിച്ചു. തബാഅദ എന്ന് പറഞ്ഞാൽ വിദൂരത്തായി. ഇതൊന്നും കൂടി സ്ട്രോങ് കൂടും, കുറച്ചും കൂടി എന്ത് ചെയ്യും. അതെ അതെ. മുത്തബായിദാന്ന് പറഞ്ഞാൽ ദൂരത്താണ്, ദൂരത്തായവനാണ്. ഓക്കെ. ശംസുക്കൊന്ന് തർപ്പാക്കാൻ പറ്റുമോ? ഇതേ രൂപത്തിൽ പറഞ്ഞു വെക്കാൻ പറ്റുമോ? തനാസറ കടയില. ആ തനാസറ യതനാസറു തനാസുറൻ ഫഹുവ മുതനാസിറുൻ വതുനൂസിറ. ഇതിന്റെ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യാ? ഫൂഇല എന്നുള്ളതിൽ ഫാ ഉണ്ടല്ലേ, ഫാ ഐനില്ല, ആ സ്ഥാനത്തേക്ക് സുലാസി മുജറദിന്റെ അക്ഷരങ്ങൾ വെച്ചു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. തുഫൂഇല, യുതഫാഅലു തഫാഉലൻ, തുനൂസിറ യുതനാസറു തനാസുറൻ ഫഹുവ മുതനാസിറുൻ.
അൽ അംറു മിൻഹു തനാസർ അന്നഹിയു ലാ തതനാസർ അന്നഹിയു ലാ തതനാസർ. അപ്പോൾ അതിൻ്റെ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നും ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം, നമ്മൾ സർഫായി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഒന്ന് വേണ്ടത് നമുക്കിത് പേടിയില്ലാതിരിക്കുകയാണ് വേണ്ടത്. ഏതൊരു ഇത് കണ്ടു കഴിഞ്ഞാലും അതെന്തായിരിക്കും, നമ്മളിപ്പോൾ ഇതിൽപ്പെട്ട ഒരു ബാബായിരിക്കും. അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ബാബു പറഞ്ഞു പോകുന്നത്. ഖുർആൻ ഓതുന്ന സമയത്തും അല്ലെങ്കിൽ കിതാബ് മറ്റ് പറയുന്ന സമയത്തുമൊക്കെ ഫീലുകളാണെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ വരാം എന്ന് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ കാണുന്ന ഫീലുകളൊക്കെ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാൻ പറ്റും. ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഖുർആൻ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പേജ് ഞാൻ കാണിക്കാം. ഇതാ ഇതുണ്ടെങ്കിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അഫ്ലഹ നമ്മളൊന്ന് പഠിച്ചു, അക്രമ, അഫ്അല. അവിടെ ഈ ബാബ് ഇതിപ്പോൾ വന്നു നമ്മൾ എടുത്ത ഭാഗത്ത് തന്നെ ഫസ്റ്റ് തന്നെ വന്നൊരു പദം, ഒരു ഫീല്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇസ്മു ഫായിലാണത്, കാണില്ലേ? ഇതേ വിജയിച്ചു അല്ലല്ല, അതിന് എന്തില്ല, ഫലഹ എന്നുള്ള മാലിയായ ഫീൽ അതിനില്ലേ. ദഫ്ലഹ തന്നെ വിജയിച്ചു എന്നാണ്. അതാ ഞാൻ പറഞ്ഞേ, ഈ ഒരു മീനിങ് ഒക്കെ പറയുമ്പോൾ ഒരു വേറെ അർത്ഥവും എന്ത് ചെയ്യാം വരാം. ശരിക്കും ഇതിന് ഒരർത്ഥം കൂടി പറഞ്ഞാൽ നിഷേധിച്ചു എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. ഇപ്പോൾ അക്കല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി എന്നാണ് അർത്ഥം. നിഷേധത്തിൻ്റെ ഒരു അർത്ഥം കൂടി വരും. അപ്പോൾ ചില സമയത്ത് കൂടുതലും അർത്ഥം നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കൂടുതലും ഇങ്ങനെ വരും എന്നാണ്, ഈ അർത്ഥത്തിനാണ് വരിക. ഏത്? പ്രവർത്തിപ്പിച്ചു, ചെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ. കണ്ടോ, മുഅ്രിളൂൻ അത് നമ്മളിന്ന് പഠിച്ച ബാബിൽ വരുന്നതാണ്. മുഅ്രിളുൻ, മുഅ്രിളാനി, മുഅ്രിളൂന. കണ്ടോ, മുഅ്രിളുൻ, മുഅ്രിളാനി, മുഅ്രിളൂന. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. കണ്ടോ, ഫാഇലുൻ, ഫാഇലാനി, ഫാഇലൂന. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഹാഫിളുൻ, ഹാഫിളാനി, ഹാഫിളൂന. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും. ഞാൻ 3, 4, 5 അടിച്ചതാ, കറക്റ്റായിട്ട് തന്നെ വന്നു. അപ്പൊ ഇതിലിപ്പോ കറക്റ്റ് വന്നല്ലോ. ഇനിയിപ്പോ നോക്കേ, ഔമാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഇത് മഫ്ഊൽ എന്ന പേരുണ്ട് കേട്ടാ. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഏതുപോലെ ചില സമയത്ത് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ ഒരു കുഴപ്പം വരുന്നുണ്ടോ, അങ്ങനെ കളഞ്ഞു പോയതാ. മലൂമിൻ മഫ്ഊൽ എന്നാണ് വരേണ്ടത് ശരിക്കും. മഫ്ഊലീൻ എന്നാണ് ശരിക്കും വരുന്നത്. മലൂമീൻ എന്നേ വന്നുള്ളൂ. അപ്പോൾ ലാമ, ലൗമ് എന്ന് കേട്ടില്ല നിങ്ങൾ, ശാപം, അതേപോലെ അതിൻ്റെ വന്നാണ് ഇസ്മുഫായില. ഈ നടുത്ത ലെറ്റർ അല്ലല്ല, മഫ്ഊൽ എന്നല്ല, മഫ്ഊല് വസനിക്കാണ് വരേണ്ടത് എന്ന്. മഫ്ഊലീൻ എന്ന വസനിക്ക് വരുന്നത് ലൗമെന്നാണ്. അതെന്താ ശരിക്കും വരേണ്ടത് വെച്ചാൽ മൽവൂമീൻ, മൽവൂമീൻ. അപ്പോഴാണ് ശരിയാവും. അത് എന്താ വെച്ചാൽ വാവ് ലൈഫായ അക്ഷരമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ലമ്മത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ലെറ്ററാണ്, സ്ട്രോങ് ഹർക്കത്താണ്. എന്നോട് ചുമക്കാൻ കഴിയില്ല. ഏറ്റിയാ പൊന്താത്ത ഭാരം എടുത്തപ്പോൾ അതിനെന്ത് ചെയ്തു, ആ വാവിനെ കളഞ്ഞതാണ്. അപ്പോൾ മലൂമീനായി. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, അടുത്ത ആയത്ത് നോക്ക്. ഫമനിബ്തഗ, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇബ്തഗ, ഇഫ്തഅല ബാബാണ് ഇബ്തഗ.
ഇഫ്തഅല. അതിനോട് തന്നെ നാളെ പറയാനുള്ളതാണ്. വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഇത് ശരിക്ക് സുലാസി മുജറദാണ്. ഫായിലൂൻ ഹാഫിളൂൻ എന്ന് പറഞ്ഞ പോലെ വേണ്ടത്. ആദിയൂൻ എന്നാണ് വേണ്ടത്. ആദിയൂൻ. അതിൻ്റെ യാ ലൈഫായതുകൊണ്ട് അതിന് ലംബത്ത് ഭാരമായതുകൊണ്ട് യായിനെ കളഞ്ഞു. യായിൻ്റെ ലംബത്ത് ദാലിലേക്ക് നീക്കിയതാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വ അഹദിഹിം റാഊൻ വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അതൊക്കെ നമ്മൾ പഠിച്ച പാഠം അല്ലേ? ഹാഫള യുഹാഫിളു, യുഹാഫിളു, യുഹാഫിളാനി, യുഹാഫിളൂന. കണ്ടോ? യുഹാഫിളൂന. സുബൈർ കണ്ടില്ലേ? സുബൈർ അവിടെ ഹക്കീം കാണുന്നില്ലേ? നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ് പറയുന്നത്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ثم جعل ورث ورثന്റെ ഇസ്മു ഫായിൽ വാരിസുൻ. ഏത് ഫീലാണ്? ഇത് ആയത്തിന്റെ അവസാനല്ലേ? ആയത്തിന്റെ അവസാനം അങ്ങനെ വന്നു. അത് അങ്ങനെ വരാം. ഞാൻ പറഞ്ഞതല്ല, ഇതോരോ വസനുകളാണ്. ഏത്? ഒന്ന് മുലാരിയ ഫീലാണ്, ഒന്ന് ഇസ്മു ഫായിലാണ്. ഇതിനൊക്കെ അർത്ഥം വ്യത്യാസമുണ്ട്. ഇത് തഫ്സീർ പറയുമ്പോൾ നമ്മൾ പറയാം. മുലാരിയ ഫീൽ വരുമ്പോഴും അതിൻ്റെ ഇസ്മു വരുമ്പോഴൊക്കെ അർത്ഥ വ്യത്യാസം വരും. അതിന് വ്യത്യാസങ്ങൾ വേറെ മീനിങ്ങുകൾ വരും. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. അതെ, അങ്ങനെ ഓരോന്ന് നോക്കുകയാണെങ്കിലും കാണാം. ഈ ഒറ്റ പേജും കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. 654 654 ഇല്ലല്ലോ അല്ലേ? 65 കിടക്കും. തുൻഫിഖു അൻഫക യുൻഫിഖു. അൻഫക യുൻഫിഖു അത് നസ്ബായതുകൊണ്ട് തുൻഫിഖൂന എന്നുള്ളത് നൂന് പോയതാണ്. വമാ തുൻഫിഖു മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. കുല്ലു ത്വആമി കാന ഹില്ലൽ ലിബനി ഇസ്രാഈല ഇല്ലാ മാ ഹറമ. കണ്ടോ സുബൈറ? ഹറമ, 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 ഹറു അല്ല ഹറുമ, ഹറമ. അൻ തുനസ്സല അൻഫക യുൻഫിഖു എന്നാണ് വരിക. ചെലവഴിച്ചു. എവിടെ? നിങ്ങൾ 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 ലൻ തനാലുൽ ബിർറ. നിങ്ങൾ ബിർറിനെ എത്തിക്കൂല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് കൊടുക്കണം. ഇഷ്ടമല്ലാത്ത മഷി കുറഞ്ഞ പേന കൊടുത്തു. തുംഫിഖൂന എന്നാ വരണ്ടേ? അതാ ഹത്തക്ക് ശേഷം നെസ്ബ് എന്നാണ്. അന്നു മറിഞ്ഞ് നെസ്ബ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നെസ്ബ് അങ്ങനെയാണല്ലോ. മുദാരിഅ ഫീലിക്ക് നെസ്ബ് നമ്മൾ എന്താണ്? ലന്നു വന്നപ്പോൾ ലൻ യഫ്അല, ലൻ യഫ്അല, ലൻ യഫ്അലു അങ്ങനെയല്ലേ പറഞ്ഞു. നൂന് കളയൽ കൊണ്ടല്ലേ? അപ്പം നൂന് കളഞ്ഞു. എന്താണ് ഇവിടെ നോക്ക്? അൻ തുനസ്സല, നസ്സല യുനസ്സിലു, നുസ്സില യുനസ്സലു. ആണോ? അത്ര സിമ്പിളാണ്. ഇങ്ങനെ പോയാൽ കാണണ്ട. മുശ്രിക്കീൻ അശ്റക യുശ്രിക്കു. അതിൻ്റെ മുശ്രിക്ക് ഇവിടെ കണ്ട. അശ്റക യുശ്രിക്കു അതിൻ്റെ ഇസ്മു ഫാഇൽ മുശ്രിക്ക്. ഫായിലാണ്. അത് ജറായതുകൊണ്ടാണ്. മിൻ ജറിയൻ അക്ഷരാണല്ലോ. മജ്റൂർ ആയതുകൊണ്ടാണ് മുശ്രിക്കൂൻ എന്നുള്ളതിൽ വാവ് മറിഞ്ഞ് യാ ആയത്. യാവ് കൊണ്ട ജറ്. ജം ആവുമ്പോ യാവ് കൊണ്ട ജറ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ഒന്ന് സർഫാക്കണേ. ഇതൊന്ന് സർഫാക്കുന്ന സമയത്തെ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അതിനെ നിങ്ങൾ ഒന്ന് ശ്രമിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ മറന്നുപോകും.
ഇത് പെട്ടെന്ന് മറന്നുപോകും. ഈ ഒരു പേജ്, അതായത് ആ കിതാബിൻ്റെ 114 പേജാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ്. ഇതൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കിയിട്ട് എവിടെ കണ്ടാലും നമുക്ക് തിരിച്ചറിയുന്ന ഒരു രൂപമാണ്. പ്രശ്നമൊന്നുമില്ല. കണ്ടാലും നമുക്ക് അത് 5 അക്ഷരമുണ്ട്, 5 അക്ഷരമുള്ള ഫീല് 2 സായിദയാണ്. ആ സായിദ ഏതാണ്, സായിദ ഏതാണെന്ന് തിരിഞ്ഞാലാണ് അതിൻ്റെ മീനിങ്, അസില് വേർഡ് ഏതാണെന്ന് കിട്ടുള്ളൂ. ആ അസില് മീനിങ് കിട്ടിയാലാണ് വേറെ ബാബിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ മീനിങ് ചേഞ്ച് എന്താ വരിക എന്നുള്ളത് പിന്നെ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഖുർആനും ഹദീസൊക്കെ അർത്ഥം വെക്കല്. ഓക്കെ, പരസ്പരം പ്രവർത്തിച്ചു തന്നെ അർത്ഥം വരിക. അത് ഇൻഷാല്ലാ നമ്മൾ സഞ്ചാൻ പറയുമ്പോൾ ഓരോന്നിൻ്റെയും സ്പെഷ്യൽ അർത്ഥങ്ങളും കൂടി പറഞ്ഞു പോകാം സഞ്ചാൻ എടുക്കുന്ന സമയത്ത്, കേട്ടോ. അതായത് നമ്മളിപ്പോ ഓരോന്നിനും വ്യത്യസ്ത അർത്ഥം ഉണ്ട്. ഇപ്പോൾ ഈ അഫ്അലക്ക് തന്നെ 4-5 അർത്ഥം വരും. ഈ ആ ബാബിൽ വരുമ്പോൾ 4-5 അർത്ഥങ്ങൾ എന്ത് ചെയ്യും എന്ന് വരും. ഓക്കെ, എന്നാൽ ഇൻഷാല്ലാ അടുത്ത ദിവസം പറയാം അല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.